പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഇശാ മഗ്‌രിബിനിടയിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ, റാത്തീബുകൾ, അതുപോലെ മൗലിദിൻ്റെ സദസ്സുകൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും മരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉണ്ടാകുമ്പോഴൊക്കെ പുകച്ചിരുന്നൊരു സാധനമാണ് കുന്തിരിക്കം. കുന്തിരിക്കം പുകയ്ക്കുന്നത് പണ്ട് മുതൽ നമ്മുടെ നാടുകളിലൊക്കെ വീടുകളിലൊക്കെ ശീലമാക്കിയ, പക്ഷെ ഇപ്പോൾ അധികം എവിടെയും കാണാറില്ല. എന്നാൽ ഈ കുന്തിരിക്കം പുകയ്ക്കുന്നതിൻ്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ട്, വലിയ അത്ഭുതങ്ങളുണ്ട്. നമുക്ക് കുറേ നേട്ടങ്ങൾ ലഭിക്കാനുണ്ട്. ആത്മീയവും ഭൗതികവുമായി നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ, ഏകദേശം 16ൽ പരം വരുന്ന ഗുണങ്ങളെ ഈ കുന്തിരിക്കം പുകയ്ക്കലുമായി ബന്ധപ്പെട്ട് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നതായി കാണാം. എന്തൊക്കെയാണ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേട്ടാലോ. എന്തിനാണ് കുന്തിരിക്കം പുകയ്ക്കുന്നത്? കുന്തിരിക്കം പുകയ്ക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്? നമ്മുടെ ഇന്ന് നാടുകളിൽ കിട്ടുന്ന കുന്തിരിക്കമാണോ പുകയ്ക്കേണ്ടത്? ഇനി അതല്ലാതെ വേറെ എവിടുന്നെങ്കിലും ഇറക്കുമതി ചെയ്തതാണോ? എന്താണ് കുന്തിരിക്കത്തിൻ്റെ ഉറവിടം? എവിടെയാണ്? എങ്ങനെ അത് ഉണ്ടാകുന്നത്? ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇശാ മഗ്‌രിബിനിടയിൽ ഞാൻ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട മഹത്തായ ഈ നാമം ഒന്ന് ചൊല്ലിയിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്തു നോക്കൂ. ഈ ഒരു ദുആ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഖൈറിൻ്റെ കവാടങ്ങൾ മുഴുവൻ നിങ്ങളിലേക്ക് തുറന്നു തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്ന മഹത്തായ ഒരു അമല് കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, പല ആളുകളും വിളിച്ചിട്ട് പല വിഷമങ്ങളും സങ്കടങ്ങളും പറയുന്നവരുണ്ട്, ദുആ വസിയത്തുകൾ ചെയ്യുന്നവരുണ്ട്. ഉസ്താദുകളെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരാണ്. നിങ്ങൾ ദുആ ഇറക്കണമെന്ന് ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നവർ, അതുപോലെ ഒരുപാട് പ്രശ്നപരിഹാരങ്ങൾ തേടുന്നവർ. പലർക്കും നമ്മൾ പ്രശ്നപരിഹാരങ്ങൾ ചെയ്തു കൊടുത്തു. അതിന് ഫലം കിട്ടിയ ആളുകളൊക്കെ വിളിച്ചിട്ട് ഉസ്താദെ നമ്മുടെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹു ഇനിയും സന്തോഷം കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾക്കുള്ള, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് കാലം മുതലേ, ചെറുപ്പം മുതലൊക്കെ നമുക്ക് ശീലമുള്ളൊരു സംഗതിയാണ്, നല്ല ശീലമുള്ളൊരു വാസനയാണ് കുന്തിരിക്കത്തിൻ്റെ മണം, അല്ലേ? കുന്തിരിക്കത്തിൻ്റെ വാസന നമ്മുടെ വീടുകളിലൊക്കെ പുകയ്ക്കാറുണ്ടായിരുന്നു മുമ്പ്. ഈ ഇശാ മഗ്‌രിബിനിടയിലും ഇത് കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്നും കൊതുകിനെ പുറത്താക്കാനുള്ള പണിയാണ് എന്ന്. എന്നാൽ അതൊരു ഭൗതിക നേട്ടം മാത്രമാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് 16 17 ഒക്കെ വരുന്ന നേട്ടങ്ങൾ എണ്ണി മഹാന്മാർ പഠിപ്പിച്ചു തരുന്നതായി കാണാം. ഇതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണല്ലോ അൽഹംദുലില്ലാഹ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ മുൻഗാമികൾ പല സംഗതികളും അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്നത് നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ, നമ്മൾ ചിലപ്പോൾ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ എന്തിനാണ് അതെന്ന് ചിന്തിക്കും. എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം? എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്? വെറുതെ ചെയ്തതാണോ? അവർക്കൊരു സുപ്രഭാതത്തിലൊരു മൂച്ചിപ്രാന്തളകേൻ്റെ പേരിൽ ചെയ്തു കൂട്ടിയതാണോ? അങ്ങനെയല്ല, മറിച്ച് അതിൻ്റെ പിന്നിലൊക്കെ വലിയ രഹസ്യങ്ങളും സിറുകളുമുണ്ട്. കുന്തിരിക്കം പോക്കുക അങ്ങനെ ഒരു പരിപാടിയാണ്. നമ്മുടെ പല പരിപാടികൾക്ക് വേണ്ടിയിട്ടും റാത്തീബുകൾ നടക്കുമ്പോൾ, മൗലിദുകൾ നടക്കുമ്പോൾ, വീട്ടുകൂടലിൽ നടക്കുമ്പോൾ തുടങ്ങിയിട്ട്, ഇനി ആരെങ്കിലും മരണപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ, ഇനി അതല്ല എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം കുന്തിരിക്കം പോക്കുന്ന വീടുകളുണ്ട്. അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, വീടൊന്ന് സുഗന്ധപൂരിതമാക്കാം, ഇല്ലേ? അതിന് കുറേ ബെനിഫിറ്റ്സ് ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ഈ വീഡിയോ മുഴുവനായി കേൾക്കണേ. പിന്നെ എന്താണ് ഈ കുന്തിരിക്കം? കുന്തിരിക്കം എന്താണ്? നമ്മൾ ഈ കാണുന്ന ഇന്ന് അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങുന്ന ഈ കൽക്കണ്ടം പൊടിച്ച മാതിരി, ചെറിയല്ലേ, റോസ് കൽക്കണ്ടം പൊടിച്ച മാതിരി ഒരു സാധനം കിട്ടും. അതാണോ കുന്തിരിക്കം? യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നേ. അത് ഒറിജിനൽ കുന്തിരിക്കത്തിന് അത്യാവശ്യം വിലയുണ്ട്, അത് കിട്ടാൻ പ്രയാസമാണ് ഒന്നാമത്തെ കാര്യം. ഒറിജിനൽ കുന്തിരിക്കം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഈ ഒരു വൃക്ഷത്തിൻ്റെ കറ, അത് ഉണങ്ങിയതാണ്, പശ ഉണങ്ങിയതാണ്. എന്ത് ചെയ്യാം, അതായത് ഇതൊന്ന് വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ ബബിൾക്കം ചവയ്ക്കാൻ പറ്റുന്ന പോലെ ചവയ്ക്കാൻ പറ്റുന്നൊരു സാധനം. അതാണ് കുന്തിരിക്കം, ഒറിജിനൽ കുന്തിരിക്കം. ഒമാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ സൊമാലിയ, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്, പല സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ബോസ്വല്യ എന്നുള്ള വൃക്ഷത്തിൻ്റെ കറയാണ് യഥാർത്ഥത്തിൽ ഈ കുന്തിരിക്കം. അത് കറ ഉണങ്ങിയതാണ് കുന്തിരിക്കം. ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക്, നമ്മുടെ ശാരീരികമായ പല അസ്വസ്ഥതകൾക്കുമുള്ള മെഡിസിൻ കൂടിയാണ് ഈ സാധനം. ഇത് ചെറിയ സംഗതിയൊന്നുമല്ല, കേവലം പുകച്ചു തള്ളാനുള്ള സംഗതി മാത്രമല്ല. ഇതൊരുപാട് ഭൗതിക, നമുക്ക് ആന്തരികമായ, നമ്മുടെ ശാരീരികമായ പല ബെനിഫിറ്റ്സിനും ലഭിക്കുന്ന ഒരു സംഗതിയാണ് കുന്തിരിക്കം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് 16 നേട്ടങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. എന്താണ് ഈ കുന്തിരിക്കം കിട്ടുന്ന? അതുകൊണ്ട് നമുക്ക് മഹാനായ തഴവ ഉസ്താദ് പാടിയതുപോലെ, മണിക്കുന്തിരിക്കം ഏറ്റവും ഫലമുള്ളതാ, അതുകൊണ്ട് വീട് പുകയ്ക്കലേറ്റം നല്ലതാ,
അതിനാലെ ശൈത്താൻ വീട് വിട്ടൊഴിയുന്നതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. മണിക്കുന്തിരിക്കം ഗർഭവതികൾക്ക് നല്ലതാ എന്നും ഹദീസിൽ തന്നെയുണ്ട്, നീ നോക്കടാ. ഹദീസുകളിലും വന്നിട്ടുണ്ട് ഈ ഒരു കുന്തിരിക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗർഭിണികളായ സ്ത്രീകൾക്ക് പോലും അത് ഉപയോഗിക്കുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 16ഓളം വരുന്ന നേട്ടങ്ങൾ, അത്ഭുത നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് കുന്തിരിക്കം പുകയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചെറിയ സംഗതിക്ക്, നമ്മളൊക്കെ നിസാരമായി കാണുന്ന സംഗതിക്ക് മഹാന്മാരെ എണ്ണിയതായി കാണാം. ഒന്ന്, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ കുന്തിരിക്കം പുകയ്ക്കൽ കൊണ്ട് സാധിക്കും. നമ്മുടെ വീടുകളിൽ ഇശാ മഗ്‌രിബിനിടയിലോ അല്ലെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്തിന് കിടക്കുന്നതിന് മുമ്പാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് സുഗന്ധപൂരിതമാകുക. ഏറ്റവും നല്ല സമയം അതാണ്, ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം. അതുകൊണ്ട് 2 ബെനിഫിറ്റ്സ് വേറെ ഉണ്ട്. പ്രാണികളെ ഓടിക്കാൻ പറ്റും, ഈ കൊതുക് പോലത്തെ ശല്യങ്ങൾ ഇല്ലാതെയാക്കാനും പറ്റും. ഒന്ന്, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മലക്കുകൾ സുഗന്ധമുള്ളിടത്ത് ഉണ്ടാകുമെന്നോ. അതുകൊണ്ട് നമ്മുടെ വീടുകളൊക്കെ എന്ത് ചെയ്യും, ഈ വീട്ടിൽ തങ്ങി നിൽക്കുന്ന ബാഡ് സ്മെല്ലൊക്കെ പോകാനോ ഈ ദുർഗന്ധമൊക്കെ നീങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഇത് പുകയ്ക്കുന്നതിലൂടെ ഒരു സുഗന്ധം ഇങ്ങനെ എല്ലായിടത്തും എന്ത് ചെയ്യുക, ഒറിജിനൽ കുന്തിരിക്കം തന്നെ വാങ്ങി പുകയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന് ഞാൻ ഒന്നും കിട്ടണില്ല എങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് വെച്ചല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുന്തിരിക്കുന്ന വേറുള്ള സാധനമെങ്കിലും എന്ത് ചെയ്യുക, വാങ്ങി പുകയ്ക്കാം. രണ്ടാമത്തത്, പിശാചിനെ ഓടിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ വീടിൻ്റെയും പരിസരങ്ങളിൽ നമ്മുടെ കൂടെയൊക്കെ ആരുണ്ടാവും, പിശാചുക്കൾ ഉണ്ടാവും. ഈ പിശാചുക്കളെ ഓടിക്കാൻ എന്തുകൊണ്ട് സാധിക്കും, കുന്തിരിക്കം പുകയ്ക്കൽ കൊണ്ട് സാധിക്കുന്നതാണ്. മൂന്നാമതായി കാണാം, 41 ദിവസം ആരെങ്കിലും ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് ഇശാ മഗ്‌രിബിനിടയിൽ ഈ കുന്തിരിക്കം പുകച്ചു, ബിസ്മി ചൊല്ലി, ബിസ്മി അതിലേക്ക് മന്ത്രിച്ചൂതി എന്ത് ചെയ്തു, ഇശാ മഗ്‌രിബിനിടയിൽ കുന്തിരിക്കം പുകച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും കണ്ണേറ്, സിഹർ, കൊതി, അതുപോലെ തന്നെ പിശാചിൻ്റെ ഉപദ്രവം പോലത്തെ ഇടങ്ങേറുകളിൽ നിന്നും രക്ഷ കിട്ടും. ആ വീടിനും വീട്ടുകാർക്കും എന്ത് ചെയ്യുക, അതൊരു സംരക്ഷണമായിരിക്കും. ബിസ്മി ചൊല്ലിയിട്ട് 41 ദിവസം എന്ത് ചെയ്യുക, കുന്തിരിക്കം ഇങ്ങനെ പുകയ്ക്കാം. അപ്പോൾ ആ വീട്ടിലേക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു 40 ദിവസം തുടർച്ചയായി ചെയ്യുന്ന ഒരു അമൽ, ഒരു കാര്യം, അത് എന്തും ആയിക്കോട്ടെ, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് ഒരാളുടെ ഹാബിറ്റായി മാറുമെന്ന്, ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ അത് സ്ഥിരമായി കൊണ്ടു നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലേക്ക് ഇബിലീസ് അടുക്കില്ല. അതായത് ഇബിലീസിനെ എപ്പോഴും ആട്ടി ഓടിപ്പിക്കുന്ന, ശൈത്താന്മാരെ നീക്കി നിർത്തുന്ന ഒരു സംഗതി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ശൈത്താന്മാർക്ക് അങ്ങോട്ട് അടുക്കാനൊരു പേടിയുണ്ടാവും അല്ലേ. നമ്മളിനി ഒരു ദിവസം അത് ചെയ്തിട്ടില്ല എങ്കിലും ഇബിലീസുകൾ അങ്ങോട്ട് അടുക്കാനൊന്ന് പേടിക്കും. അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ അത് സ്ഥിരമായി ചെയ്യാൻ ശ്രമിക്കുക. നാലാമതായി കാണാം, ശുദ്ധമായ എന്ത് ചെയ്യുക, മണിക്കുതിരി, നമ്മൾ ഈ പറയുന്ന കുന്തിരിക്കം അത് ശുദ്ധമായ ഒറിജിനൽ സാധനം, അത് കഴുകി വായിൽ വെച്ച് ചവയ്ക്കുകയാണ് എങ്കിൽ, വായിലിട്ട് ഇങ്ങനെ ചവയ്ക്കുകയാണ് എങ്കിൽ, ചവയ്ക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അത് വിഷമൊന്നുമല്ല, ഈ ഒറിജിനൽ സാധനം കേട്ടോ. ഇന്ന് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ലോക്കലൊക്കെ വാങ്ങിക്കാൻ ചിലപ്പോൾ വിഷമായിരിക്കും. അത് കഴിച്ചിട്ട് ഉസ്താദ് പറഞ്ഞ് കുന്തിരിക്കം വായിട്ട് ചവയ്ക്കാൻ പറഞ്ഞിട്ട് എൻ്റെ പേരിൽ പറയരുത്. ഞാൻ പറയുന്ന സാധനം ഒറിജിനൽ സാധനത്തിനെ പറ്റിയാണ്, ഒറിജിനൽ കുന്തിരിക്കത്തെ പറ്റിയാണ് പറഞ്ഞത്. അതാരെങ്കിലും വായിലിട്ട് ചവച്ചാൽ ഈ വായനാറ്റം പോലത്തെ, അതായത് നമ്മുടെ വായിൽ ദുർഗന്ധമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ കൊന്നുകളയാനും അതുപോലെ വായ്ക്ക് സുഗന്ധമുണ്ടാകാനും ഒക്കെ കാരണമായി തീരും അല്ലേ. പല ആളുകളും എന്നോട് അങ്ങനെ ഒരു വിഷമം പരാതി പറഞ്ഞവരുണ്ട്, അതായത് സങ്കടം പറഞ്ഞവരുണ്ട്, വായുനാറ്റം മാറാനുള്ള വഴി എന്താണ് എന്ന്. അത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതല്ല, അത് പല്ല് തേക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയം കൊണ്ട് ചില ആളുകൾക്ക് ചില ബാക്ടീരിയകളുടെ പ്രശ്നമായിട്ട് വരുന്നതാണ് വായുനാറ്റം. അപ്പോൾ അത് മാറാനുള്ള വഴി, അതിപ്പോൾ എത്ര വാ ഉപ്പിളിച്ചാലും വാ കഴിക്കാനും വൃത്തിയാക്കിയാലൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാനുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് ഈ കുന്തിരിക്കം പുകയ്ക്കുക എന്നുള്ളത്, അത് ചവയ്ക്കുക എന്നുള്ളത് കേട്ടോ. അഞ്ചാമതായി, ഗർഭവതികൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇത് ഈ ശുദ്ധമായ കുന്തിരിക്കം വെള്ളത്തിൽ കലർത്തിയിട്ട്, വെള്ളത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്യുക, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഗർഭശിശുവിൽ എന്തുണ്ടാവും, ഭംഗി ഉണ്ടാകാൻ കാരണമായി തീരും. വയറ്റിലെ കുട്ടി നല്ല കുട്ടി, ഭംഗിയുള്ള കുട്ടിയാകാൻ കാരണമായി തീരും. ആറാമതായി കാണാം, പ്രവാചകന്മാർ, നമ്മുടെ മഹത്തുക്കളായ മുൻകാല പ്രവാചകന്മാർ പലരും സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്ന സംഗതിയായിരുന്നു. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്നൊരു സംഗതി എന്നുള്ളൊരു ബെനിഫിറ്റ് കൂടി അതിനുണ്ടാകും. പ്രവാചകന്മാരുടെ ഒരു ചര്യ എന്നുള്ള ആ ഒരു പിൻപറ്റൽ കൂടെ അതിന് നമുക്ക് ലഭിക്കും. ഏഴാമതായി കാണാം, മാനസികമായ സകല ടെൻഷനുകളും നീങ്ങാൻ അത് കാരണമായി തീരും. കുന്തിരിക്കാൻ പോയിക്കുന്ന ആ ഒരു സുഗന്ധം ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ എന്ത് ചെയ്യും, മാനസികമായ പിരിമുറുക്കങ്ങളും ടെൻഷനുകളും നീങ്ങാൻ കാരണമായി തീരും. എട്ടാമതായി കാണാം, നമ്മുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. ആരോഗ്യപരമായിട്ട് നമുക്ക് ആന്തരിക, മാനസിക, ശാരീരിക എല്ലാ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിയിട്ട് ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടാൻ നമുക്ക് കഴിയും. ഒൻപതാമതായി കാണാം, രോഗാണുക്കൾ നശിച്ചു പോകാൻ കാരണമായി തീരും. നമ്മുടെ ശരീരത്തിൽ നിന്നും രോഗാണുക്കൾ നശിച്ചു പോകാൻ, അത് പുറത്തുള്ളതാകട്ടെ ഉള്ളിലുള്ളതാകട്ടെ, രോഗാണുക്കൾ നശിച്ചു പോകാൻ ഇതൊരു സഹായമായി തീരുന്നതാണ്. പത്താമതായി കാണാം, ഇപ്പോൾ കൊതുക് പോലത്തെ പ്രാണികളിൽ നിന്നും നമ്മുടെ വീടും പരിസരവും രക്ഷപ്പെടും ഈ പുക കാരണം, ഒന്നാമത്. അതുപോലെ തന്നെ ഈ സുഗന്ധമുള്ള പുകയാകുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രാണികൾക്ക് അധികം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുപോലെ ഇപ്പോൾ ഈ കൊതുക്, പ്രാണി പോലത്തെ സംഗതികൾ എന്ത് ചെയ്യും, നമ്മുടെ വീടുകളിൽ നിന്ന് നീങ്ങിപ്പോകാൻ അത് ഉപകരിക്കും. 11ാമതായി കാണാം, എന്ത് ചെയ്യാം, നമ്മുടെ
ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് നമുക്ക് തന്നെ ഒരു ഉന്മേഷം, ഒരു ഉണർവുണ്ടാകാൻ അത് സഹായിക്കുന്നതാണ്. 12-ാമതായി കാണാം കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, കഫത്തിൻ്റെ ശല്യമുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്നും നീങ്ങിക്കിട്ടാൻ എന്ത് ചെയ്യാം, ഈ ഒരു കുന്തിരിക്കം പോക്കൽ ഉപകാരമാവും. 13-ാമതായി കാണാം കാഫിരീങ്ങളായ ജിന്നുകളിൽ നിന്നും പിശാചുക്കളിൽ നിന്നും നമ്മുടെ വീടുകൾക്കും പരിസരങ്ങൾക്കും രക്ഷ കിട്ടും. കാഫിരീങ്ങളായ ജിന്നുകൾ, ഈ പിശാചുക്കളൊക്കെ നമ്മുടെ വീടുകൾ, ജിന്നുകൾക്ക് എന്ത് ചെയ്യുക, ദുർബോധനം നടത്താൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നവരാണ്. അപ്പോൾ അവരിൽ നിന്ന് രക്ഷ കിട്ടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഗതിയാണ്. ഈ ഒരു കുന്തിരിക്കം പോക്കുന്ന വീടുകളിൽ ഈ കാഫിര്യങ്ങളായ ജിന്നുകളിൽ നിന്നും എന്ത് ചെയ്യും, രക്ഷ കിട്ടാൻ കാരണമായി തീരും. 14-ാമതായി കാണാം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ ചെന്നവർ അവർക്ക് ഹദിയയായി കൊടുത്തത് ഈ കുന്തിരിക്കമായിരുന്നു. അത്രയും പവറുള്ളൊരു സാധനമാണ് എന്ന് എന്ത് ചെയ്യുക, അവിടുന്ന് കിതാബുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. 15-ാമതായി കാണാം വയറ് സംബന്ധമായ രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, അതുപോലെ വയറ് സംബന്ധമായ പല രോഗങ്ങൾക്കുമുള്ള മരുന്നായിട്ട് കുന്തിരിക്കം ഉപയോഗിക്കാൻ. ആയുർവേദത്തിലൊക്കെ കുന്തിരിക്കം വല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഛർദി മാറാൻ, സ്ഥിരമായി ഛർദിയുള്ള പ്രയാസമുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഛർദി മാറാനൊക്കെ ഉപകാരപ്പെടും. കുന്തിരിക്കത്തിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാട് പറയുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് പറയുന്നതായി കാണാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിരുന്നാലും നന്മകൾ ചെയ്യാനുള്ള അവസരം നൽകണം. അപ്പോൾ ഈ മുൻകാലങ്ങളിൽ മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികളൊക്കെ ചെയ്തിരുന്നത് വെറുതെ ഞാൻ പറഞ്ഞ പോലെ മുച്ചിപ്പിരാന്ത് വന്നതിൻ്റെ പേരിൽ ചെയ്തതല്ല, അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കി ചെയ്തവരാണ്. നമ്മുടെ ജീവിതത്തിലും പതിവാക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യാൻ പറയും. ഇപ്പോൾ ഊതുകൾ ഇറങ്ങുന്നുണ്ട്, ഊതുകളുടെ എന്ത് ചെയ്യുക പല മോഡലും. പക്ഷേ ഇന്ന് നമ്മൾ കടകളിൽ നിന്ന് തന്ന് പറ്റിക്കുകയാണ് അല്ലേ. ഒറിജിനൽ ഊതൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. നമ്മൾ ചെറിയ കുറഞ്ഞ 200-300 വാങ്ങിക്കൊണ്ടുവന്ന് ഊതാന്ന് പറഞ്ഞ് പോക്കും. യഥാർത്ഥത്തിൽ അത് ഈ ചെറിയ മരക്കഷ്ണം മുറിച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, ഊതിൻ്റെ ഓയിൽ മിക്സ് ചെയ്ത്, പഴയ ഏതെങ്കിലും ലോക്കൽ ഊതിൻ്റെ ഓയിൽ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഊത തടിയാന്ന് പറഞ്ഞ് കത്തിക്കുകയാണ്. ഒറിജിനൽ അതല്ല. ഒറിജിനലൊക്കെ നല്ല വിലയുണ്ട്. പിന്നെ കിട്ടുന്നത് എന്താണ്, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ മതി. കിട്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, സുഗന്ധം വരാൻ വേണ്ടിയിട്ട് പോയിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല നന്മകൾ ചെയ്യാനുള്ള അവസരം നൽകുമാറാട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളൊക്കെ ദുആ ഇറക്കുക. അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ ദുആ വസിയത്തുകളൊക്കെ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്തു വെക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടാൻ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.